ഹലോ മച്ചന്മാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് കിഷ്കിന്ദ കാണ്ഡം എന്ന മൂവിയെ പറ്റിയാണ്. പേര് പോലെ തന്നെ കുറച്ച് കടുപ്പമാണ് ഈ സിനിമയിൽ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി, ജഗദീഷ്, വിജയരാഘവൻ, അപർണ ബാലമുരളി, അശോകൻ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ സിനിമയിലുണ്ട്. ദിഞ്ജിത്ത് അയ്യതൻ എന്ന ഡയറക്ടറാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, കക്ഷി അമ്മിണി പിള്ള എന്ന് പറയുന്ന മൂവിയാണ് പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി വന്നിട്ട് രാഹുൽ രമേശാണ്. പിന്നെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സൂരജാണ്. മ്യൂസിക് ബൈ മുജീബ് മജീദ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വനപ്രദേശങ്ങളിലെ കേരളത്തിലെ വനപ്രദേശങ്ങൾ ഭയങ്കരമായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആദ്യത്തെ സീൻസൊക്കെ കാണിച്ചു വരുന്നത്. ആ ഒരു വനവും അതിനുള്ളിൽ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ എന്താ പറയുക, ആ ഒരു വീടും പുഴയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് ആസിഫ് അലിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന വിജയരാഘവൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആസിഫ് അലിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന അപർണ ബാലമുരളിയാണ്. ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ ആ ഒരു ജോണറയിലാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മൂവി എടുത്തിരിക്കുന്നത് ആ ഒരു ജോണറയിലാണ്. സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് മൂവി കാണുന്നവർക്ക്, അല്ലെങ്കിൽ സീരിയസ് ടൈപ്പ് ഓഫ് മൂവീസ് കാണുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു സസ്പെൻസ് ത്രില്ലർ, സസ്പെൻസ് എലമെൻ്റ് ഒക്കെ, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആ ഒരു സാധനമൊക്കെ ഈ സിനിമയിൽ, അല്ലെങ്കിൽ ആ സിനിമ എടുത്തേക്കുന്ന രീതിയിലുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് വിജയരാഘവൻ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഞാൻ ഇദ്ദേഹത്തിന് ഈ ഒരു വിജയരാഘവൻ ഇത്രയും ഒരു എന്താ പറയുക, അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ, എക്സ് മിലിറ്ററി ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം, അപ്പുള്ള എന്ന കഥാപാത്രം ചെയ്തേക്കുന്ന വിജയരാഘവൻ, ഓ മാൻ, ഭയങ്കര രീതിയിലാണ് എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി, അല്ലെങ്കിൽ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ മുഴുവൻ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. ആ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. 500 അല്ല 1000 അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേറൊരു കഥാപാത്രമാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഭയങ്കര വിയേർഡാണ്. ഇതെന്ത് മനുഷ്യനാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് വിജയരാഘവൻ്റെ കഥാപാത്രം. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അത് നമുക്ക് സിനിമ കണ്ടു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപർണ ബാലമുരളി എന്താ പറയുക, കഥാപാത്രം എൻ്റർ ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരെ അസുരയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നാട്ടിൻപുറത്തേക്ക് ഗ്രാമപ്രദേശത്തേക്ക് വരുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് പ്രകൃതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അറിയാണ്ട് ഇഷ്ടപ്പെട്ടു. ആ സിനിമ കാണുന്നവരെല്ലാവരും നേച്ചറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ രീതിയിലാണ് ക്യാമറ, പിന്നെ മ്യൂസിക്, നമുക്ക് പ്രകൃതിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തേക്കുന്നത്. എനിക്കൊക്കെ നാട്ടിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ, നമ്മുടെ കേരളമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക്. എന്ന് പറയുന്ന, അല്ലെങ്കിൽ അജയൻ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ കടന്നു പോകുന്ന ഒരു ഭയങ്കര ഒരു മാനസികമായിട്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇത് ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്തു എന്ന്, അതെങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റി എന്ന് എന്താ പറയുക, അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് അവർ കഥാപാത്രം എങ്ങനെയാണ് മുമ്പോട്ട് ജീവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ദിഞ്ജിത്ത് അയ്യതൻ പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്ന രീതി, എനിക്ക് തോന്നുന്നു വിജയരാഘവൻ്റെ അപ്പുപിള്ള എന്ന ക്യാരക്ടറെ പോർട്രേ ചെയ്തേക്കുന്ന രീതി അസാധ്യം. അത്രമാത്രം എന്താ പറയുക, ഒരു മാനറിസവും ആ പുള്ളിക്കാരൻ്റെ, വിജയരാഘവൻ എന്ന് പറയുന്ന ക്യാരക്ടർ, എക്സ് മിലിറ്ററിക്കാരൻ്റെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും, ആ ഒരു സ്വഭാവവും, ആ ഒരു ദേഷ്യവും, അതൊക്കെ ഭയങ്കര രീതിയിലായിട്ട് അവർ എടുത്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ, എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വിജയരാഘവൻ്റെ ആണ്. പുള്ളിക്കാരന് അത്രയും നന്നായിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഇതുവരെ കാണാത്തൊരു വിജയരാഘവനാണ്. പോയി കാണുക, തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കതിൽ എന്താ പറയുക, തെറ്റ് പറയാനോ, അല്ലെങ്കിൽ അയ്യോ ഇതെന്താ സിനിമയൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഞാൻ എന്തായാലും അടുത്ത സിനിമ കണ്ടിട്ട് അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ.